നീ പറയുന്നത്? നല്ലൊരു കുടുംബത്തിൽ ജനിച്ചവളെ ഈ ഹരിത. നിന്റെ ചക്കരെ തേനെ പാലെന്നുള്ള വിളി കേട്ട് നിന്റെ പഞ്ചാര പ്രേമത്തിൽ വീണ് വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചവളായി ഞാൻ. അതിന് നിനക്കിവിടെ എന്തിനു കുറവാ? നിന്നെ ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്നില്ലേ? എടാ മരക്കഴുതേ, സ്നേഹം ഉരുട്ടി തിന്ന് ജീവിക്കാൻ പറ്റുമോ? ഇവിടെ ഇപ്പോഴേ കിച്ചൺ രണ്ട് പാചകവും. മൂന്നാമതൊരു പാചകം തുടങ്ങാൻ അധികം നേരമൊന്നും വേണ്ടി വരില്ല. കൊരിതോ, നീ ഉടനെ ഒരു ജോലി കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും. ആനന്ദവല്ലിയപ്പച്ച ഉള്ളിടത്തോളം നീ അങ്ങോട്ട് പോവില്ലെന്ന് പറഞ്ഞിട്ട്? അതിന് ആര് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നേന്ന്? പിന്നെ ഞാൻ വല്ല ഗൾഫ് കൺട്രിയിലും പോയി ജോലി എടുത്ത് ഒറ്റയ്ക്ക് മനസമാധാനത്തോടെ ജീവിക്കും. അല്ല ഹരിതേ, അപ്പം ഞാനോ? എന്താ മോളെ ഇത്? കുറച്ച് പണം അമ്മേ. ഇത് നിനക്ക്? കട്ടതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല. പ്രകാശേട്ടന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് എടുത്തു വെച്ച പൈസയല്ല. ഇതെന്റെ അമ്മ എക്സിൽ പാത്രം കഴുകി ഉണ്ടാക്കിയ പൈസയാ. ഉറുമ്പ് കൂട്ടുന്നത് പോലെ കൂട്ടിവെച്ച് എനിക്ക് തരും. ഇതുവരെ ഒരു നല്ല സാരി പോലും എടുത്തിട്ടില്ല എന്റെ അമ്മ. ഒരു സാരി പോലും എനിക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റിയിട്ടില്ല. മോളെ, ഈ പൈസ എനിക്ക് വേണ്ട. ഇത് വാങ്ങിയ നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് അമ്മ ഇത് വാങ്ങണം. വേണ്ട മോളെ. എന്റെ അമ്മയുടെ കാശായതുകൊണ്ടാണോ? ഈ കാശ് ഞാൻ അമ്മയ്ക്ക് തന്നു എന്ന് കേട്ടാ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയായിരിക്കും. ഈ മനസ്സ് അമ്മയുടെ വയറ്റിൽ പറഞ്ഞ എന്റെ ഭർത്താവിന് മനസ്സിലായില്ലെങ്കിലും എന്റെ അമ്മയ്ക്ക് നന്നായി മനസ്സിലാകും. മോളെ, എന്റെ അച്ഛനെ എനിക്ക് തന്ന പണവാ. ഈ പണം കൊണ്ട് നീ അമ്മയെ സഹായിച്ച് അങ്ങനെ ഇപ്പൊ ഞെളിയണ്ട. പണം വേണമെങ്കിൽ പോയി പണിയെടുത്തുണ്ടാക്കടാ. നീ എന്താ പറഞ്ഞ? നീ ദൂർത്തടിച്ച കാശിന് ഞാനും പങ്കുപറ്റിയിട്ടുണ്ടെന്നോ? ഉണ്ടാകാം, അതൊരു ഭാര്യയുടെ അവകാശം. അല്ലാതെ ഈ കുടുംബത്തോടുള്ള ബാധ്യതയാവുന്നില്ല. മനസ്സിലായോ? ഇപ്പോഴത്തെ അവസ്ഥയില് എന്തവസ്ഥ? അവസ്ഥയൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നല്ലേ. മനോജ്, നിന്നോട് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. കുളിച്ചു കുട്ടപ്പനായി മീശയും വെച്ച് നടന്ന ആണാവില്ല. ആണാണെന്ന് പെണ്ണിന് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ ഒരു തളർച്ച വന്ന താങ്ങാവൻ താലി കെട്ടിയവൻ അവൾ കൊണ്ടാവുമെന്ന് ഉറപ്പ് വേണം. ആ ഉറപ്പ് നൽകാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുമ്പോ നീ വാ. നീ പറയുന്നവർക്ക് ഈ പണമല്ല, എന്റെ ചങ്ക് പറിച്ച് ഞാൻ തരും. വേണ്ട, ഇതുവരെ വാക്കുകൾ വളരെ സൂക്ഷിച്ചാ ഉപയോഗിച്ചത്. ഇനി അതിന് പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് ഫ്രസ്ട്രേറ്റഡാ ഞാൻ. മനോജ്, പ്ലീസ് ലീവ് മീ. കൊള്ളാം, ബോധിച്ചു, നന്നായിട്ട് ബോധിച്ചു. എന്തി കാണിക്കുന്നേ? അച്ഛൻ സ്വന്തം മകനെ കൂലിപ്പണിയെടുത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാത്തൊരു അച്ഛൻ. ജോലി തേടിപ്പോയ സ്ഥലങ്ങളിലെല്ലാം ജോലി കൊടുക്കരുതെന്ന് മുൻ MLA യുടെ ഉത്തരവ്. ഇപ്പൊ അരപ്പട്ടിണിയാണെങ്കിലും ഒന്ന് തല ചായ്ക്കാൻ കണ്ടെത്തിയ വീട് ഒഴിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. പണിക്കരെ, നടക്കില്ല. ഇദ്ദേഹം വിളിച്ചത്ര മുദ്രാവാക്യൊന്നും വിളിച്ചിട്ടില്ലെങ്കിലും കുറെയൊക്കെ ജഗനെ വിളിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഒന്നും ഒഴിവാക്കാൻ നോക്കണ്ട. ജഗ, ഭാര്യയും കൊണ്ട് വീട് വിട്ടിറങ്ങാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നീ നിന്റെ ഇഷ്ടപ്രകാരം അതിന് തയ്യാറായപ്പോ ഞാൻ അതിനെ വിലക്കിയതുമില്ല. അതാണ് അച്ഛൻ ചെയ്ത തെറ്റെങ്കിൽ എന്റെ മകനോട് ഞാൻ മാപ്പ് ചോദിക്കുക. പിന്നെ നീ ജോലി തേടി നടന്ന സ്ഥാപനങ്ങൾ തോറും നടന്ന് നിനക്ക് ജോലി തരരുതെന്ന് ഞാൻ വിലക്കി എന്നതാണല്ലോ നിന്റെ ആരോപണം. ഇവിടെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഞാൻ ആരെയും വിലക്കിയിട്ടൊന്നുമില്ല. കേരളാരക്കുറുപ്പെന്ന രാഷ്ട്രീയക്കാരനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മകന്റെ അവസ്ഥ ഓർത്ത് ഉള്ളു നേറിക്കഴിഞ്ഞ കരുണാകരക്കുറുപ്പെന്ന അച്ഛനെ നീ കണ്ടിട്ടില്ല മോനെ. പഠിക്കരെ, എന്തോ ഏത് തെറ്റിനും മാപ്പ് നൽകുന്ന കോടതിയാണ് അമ്മ എന്ന് ചില എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട്.